മൈഗ്രേറ്റ് ചെയ്യാൻ ഓസ്ട്രേലിയ ചൂസ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഏജൻസി വഴി ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും സേഫ്. ഒരുപാട് സ്കാം നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൈസയും സമയവും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം കെയർഫുൾ ആയിരിക്കണം. ഡിമാൻഡ് സ്കിൽ ലിസ്റ്റിൽ വരുന്ന ഒരു പ്രൊഫഷണൽ ആണോ നിങ്ങൾ എന്നും പോസിറ്റീവ് സ്കിൽ അസസ്മെന്റ് ലഭിക്കാൻ നിങ്ങൾ അർഹനാണോ എന്നും കൺഫേം ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, മാരിറ്റൽ സ്റ്റാറ്റസ് എന്നീ ഫാക്ടേഴ്സ് കൂടെ പരിഗണിച്ച് PR-ന് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ നിങ്ങളെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇംഗ്ലീഷ് പ്രൊഫഷൻസിക്ക് വേണ്ടി നിങ്ങൾക്ക് IELTS-ഓ PTE-യോ OET-യോ TOEFL-ഓ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓസ്ട്രേലിയയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻപ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്കും പോയിന്റ് കാൽക്കുലേഷനിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ്. PR-ന്റെ പ്രോസസ്സിംഗ് ടൈമിനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന കാറ്റഗറീസിനെയും കുറിച്ച് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.